ഇന്ന് നല്ലൊരു ബെല്ലാരി ബീഫാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബീഫിനെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കല്ലിലിട്ട് ചതച്ചെടുക്കുക. അതാണ് അതിൻ്റെ ഒരു ഫ്രഷ്നെസ്. പിന്നെ കുക്കറിലേക്ക് കടുകിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഒരു സൈം എടുത്ത് പാസ്സാണ്. പിന്നെ സവാള ഇട്ട് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നല്ല മുളക് പൊടി മല്ലിപ്പൊടി മാത്രം ചേർത്ത് ഇളക്കിയെടുത്ത് യോജിപ്പിക്കുക. പച്ചമണം മാറുന്നവരെ ഇങ്ങനെ ഇളക്കിയെടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ ഒരു സെമി ഗ്രേവി ടൈപ്പാക്കി എടുക്കണം. അതാണ് ഇത്. ഒരു സ്ലോ പ്രോസസ്സാണ് ആദ്യമേ പറഞ്ഞത്. സെമി ഗ്രേവി ടൈപ്പാക്കി എടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഇടുക. നല്ല രീതിയിൽ ഇളക്കിയെടുത്തിട്ട് നമ്മൾ ആ ബീഫ് കുട്ടന്മാർ ഇതിലോട്ട് എടുക്കുക. ബീഫ് നല്ലോണം ഇളക്കി ആ മസാല അത് യോജിപ്പിക്കണം. ഇന്നൊരു 6 വിസിൽ വരെ വെയിറ്റ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഒരു കടായിലേക്ക് കൊച്ചുള്ളിയും കറിവേപ്പിലയും തേങ്ങാക്കൊത്തും എല്ലാം ഇട്ട് ആഡ് ചെയ്ത് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ വെന്ത് വന്ന ആ ബീഫിനെ അതിലോട്ട് ആ ചാറോട് കൂടി യോജിപ്പിക്കണം. അപ്പം ഉണ്ടായാലും പുകയൊക്കെ വരണം. ആ പുക തന്നെ കാണുമ്പോൾ തന്നെ ആ സ്മെല്ല് വരും. ഇതാണ് ബെല്ലാരി ബീഫിൻ്റെ ഐക്കോണിക് ഇതെന്ന് പറയുന്നത്. പിന്നെ അതിനെ ഇങ്ങനെ വരട്ടിയെടുത്ത് ഇങ്ങനെ രൂപത്തിലാകും. അപ്പോൾ ആ ബീഫിന് തന്നെ മസാല എല്ലാം പിടിച്ച് പിന്നെ നമ്മൾ കുറച്ച് സവാളയും പച്ചമുളകും കൊണ്ടാട്ടമുളകും കൂടെ ആഡ് ചെയ്ത് ഇങ്ങനെ ഇളക്കി വരട്ടിയെടുക്കണം. ഒരു സ്ലോ പ്രോസസ്സാണ്. അപ്പം അതിനുള്ള സമയം എടുത്ത് വേണം ഇത് ചെയ്യാൻ. വരട്ടി അടി പിടിക്കാതെ ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നല്ല ചൂട് ചോറിനൂടെ പൊറോട്ടയുടെ കൂടെ നെയ്പ്പത്തിലൂടെ ആഡ് ചെയ്ത് പറ്റിയൊരു സാധനമാണ് ബെല്ലാരി ബീഫ്. അപ്പോൾ ഫുഡ് തന്നെ ബൈ.